വലിയ മുഞ്ചാല ചൂടായത് കേട്ടാ. സഹോദരൻ്റെ ഒരു തൂളി. പൊക്കട പൊക്കട ചടിപ്പൂടാ. കൂട്ടത്തിലുള്ള ആള് തന്നെ പറയാ നമ്മൾ അവൻ ചാടി എൻ്റെ കാല് പിടിക്കുന്നു. അവൻ എന്തോ എന്നാ പറയാ, വെള്ളത്തിൽ വെച്ച് എന്നെ ഒരു ഇടി ഇടിച്ചായിരുന്നു. വെള്ളത്തിൽ വെച്ച് എന്നെ ഒരു ഇടി ഇടിച്ച കാരണം അവൻ ചാടി എൻ്റെ കാല് പിടിക്കുക. പൊക്കോട്ടെ, പൊക്കോ, നീ പൊക്കോ, വിട്ടേക്കാം. കാല് പിടിച്ചോണ്ട് പൊക്കോ. നമ്മൾക്ക് നമ്മുടെ ഒരു അതിഥി വരുന്നുണ്ട് കേട്ടോ. അതെ, ഹായ് ഫ്രണ്ട്സ്, പപ്പയാണ്. അപ്പം നമ്മളെ ഒരു മാസത്തെ ഗ്യാപ്പിന് ശേഷമാണ് നമ്മളിന്ന് പണിക്ക് പോകണം കേട്ടോ. അപ്പം നമ്മൾ എൻ്റെ വൈഫിന് വയ്യാതിരിക്കുമായിരുന്നു. അപ്പം ഞങ്ങളങ്ങനെ 10-20 ദിവസം ആശുപത്രിയിലായിരുന്നു. പിന്നെ അത് വീട്ടിൽ വന്ന് ഇപ്പം കുറവുണ്ട്. എന്നാലും പുള്ളിക്കാരുടെ കാല് ഓപ്പറേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടേ കുറഞ്ഞൊരു 3-4 മാസം എടുക്കും അത് പൂർണ്ണമായിട്ട് കരിയാനായിട്ട്. നമ്മുടെ പെരുവലക്കാരാ പോണത് കേട്ടോ. നമ്മളെ സഹോദരങ്ങളാണ്. ഹായ് ഫ്രണ്ട്സ്, പപ്പിയാണ്. അപ്പം ഞങ്ങളെ ഇപ്പോൾ ഓടി നമ്മൾ ചിത്രപ്പള്ളിയുടെ അവിടെ വന്നു കേട്ടോ. ചിത്രപ്പള്ളിയുടെ വന്നു. അപ്പം എന്താ ഭയങ്കര കാടാണ്. അപ്പം നമ്മളിവിടെ നമ്മുടെ സഹോദരൻ ശ്രീകുമാർ, രാഹുൽ, ഞങ്ങളിത് ഈ കമ്പ് ഇതുണ്ട്, കമ്പ് കിടക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ വടക്കേ അറ്റത്തൊരു ഒറ്റപ്പെട്ട ഒരെണ്ണം കിടക്കുന്നുണ്ട്. അതുകൂടാതെ പണി പെട്ടെന്ന് വരിക്കും. നമ്മളിത് ഇവിടുന്ന് വല ഇറക്കുക കേട്ടോ. രാഹുലാണ് അവിടെ വല കുത്താനായിട്ട്. ആ പോള ഇങ്ങോട്ട് പിടിച്ചു പോയി. അവിടെ ശങ്കരെ, നീ കഴുക്കോല അപ്പുറം ഇടും. നിന്റെ കഴുക്കോല ഉടക്കുന്ന കഴുക്കോല. നമ്മളിത് ഈ കമ്പമാണ് നോക്കുന്നത് കേട്ടോ. ഞങ്ങളൊന്ന് കൂടിയിരിക്കുന്നതന്നെ അറിയാം. ഇന്ന് ഇവിടെ നോക്കി മീനുണ്ടെങ്കിൽ നമ്മൾ തുടർന്ന് അങ്ങോട്ടുള്ള അതൊക്കെ ഹെവി മരമാണ്, വലിയ മരമാണ്. നമ്മുടെ കൈക്ക് പിടിച്ചാൽ പോലും അനങ്ങാത്ത മരമാണ്. ആ മരമൊക്കെ നമ്മൾ പൊട്ടിക്കും. എന്താടാ ഈ ഫയല കൊടുക്കല്ലോ. അത് കേട്ടോ, നമ്മളിവിടെ ഞാനും കൂടെ ഇങ്ങോട്ട് ഇറങ്ങും കേട്ടോ. ഞാനും ശങ്കർ പോയി ഇവിടെ ഇറങ്ങും. കരിമീൻ വെള്ളത്തി കേട്ടോ.
ഇതാ ഇങ്ങോട്ട് മാറി ഇളക്കാണ്. വാ ഇങ്ങി വാ, കരിമീൻ വെള്ളത്തിലുണ്ട്. വാ കാലായിരിക്കും ഈ പറഞ്ഞാലേ മുങ്ങുന്നുള്ളു. നോക്കട്ടെ. കരിമീൻ വെള്ളം നിക്കറ ചെടിയാട്ടാ, നിക്കറ ഉരു കിട്ടാ. അടുത്ത പൂരിക്ക ഇവിടെ വലിച്ചു പൂരിക്ക ടൈറ്റാക്കണ ഇങ്ങോട്ട് കയറണം, ഇല്ലെങ്കിൽ ഇത് ഇതാവും. ആ എന്തോ വേണ്ടേ വള്ളത്തി കരിമീൻ വള്ളത്തി ഊരി വിട്ടിരിക്കുവാണ്, വരുന്നില്ല. തെങ്ങിന്റെ ആരയൊക്കെ മതി, അത്ര ഉള്ളു. ആയിരുന്നു മതിയുടെ ആ വല അങ്ങോട്ട് ഊരി എടുക്കണ്ടേടാ പുറം വഴി. വലയുടെ അല്ലെന്ന് ഒരു കഴിഞ്ഞു അതിനെ പിടിച്ചോണ്ട് നേരത്തെ നിക്കറ വെച്ചല്ല കേട്ടോ, ആണെന്നും പറഞ്ഞ വലല്ലേ. നിക്കറ വെച്ച നമ്മളെ കയ്യിലുണ്ട്. കമ്പിനകത്ത് നമ്മൾ തപ്പ് കേട്ടോ, തകർപ്പൻ തപ്പ് നടക്കും. കമ്പിനകത്ത് മീനൊന്നും കണ്ടില്ല, ഇല്ലെങ്കിൽ നമ്മൾ ക്യാമറ ഇറക്കി കാണിക്കായിരുന്നു. കരിമീനൊക്കെ ചാടുന്ന ഇപ്പൊ കൊണ്ട് ചില സമയത്ത് നമ്മൾ ഈ കമ്പിൻ്റെ അതൊക്കെ കയറിയാൽ ചിലപ്പം കമ്പൊക്കെ ഈ ഷട്ടയിലൊക്കെ ഉടക്കി ലോക്കായി പോകും. ആദ്യമായിട്ടൊക്കെ മുങ്ങുന്നവരാണെങ്കിൽ വെപ്രാളപ്പെടും, തെറ്റുപോകും. അതിനൊക്കെ കൊടുക്കാൻ ഊരി എടുക്കുക, അല്ലെങ്കിൽ ഷർട്ട് പയ്യെ ഊരിയിട്ട് എസ്കേപ്പ് ആകും. വലിയ മുഞ്ചയുടെ ചൂടായത് കേട്ടോ. ഓ സഹോദരൻ്റെ ഒരു തൂളി, സഹോദരൻ തൂളീനൊക്കെ പുല്ല് വില. നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല കേട്ടോ, താഴത്തോട്ട്. ഇത് എന്താ കണക്ക് വള്ളിയാ. ആ പൊട്ട 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 എടാ വടക്കേ സൈഡ് പറഞ്ഞാടാ ശങ്കര. അവിടെ ഇല്ല ഞാനിവിടെ വരാം, ആ പൊക്കട ചടിപ്പൂരാണ്ടടാ. നിക്കടാ വലിക്കല്ലേ, താങ്ങട്ടെ. ആ എന്തായി? ആ എന്നാ ആ മതി ഒന്നുകൂടെ. ഇവിടെ ഇത് ഈ കല്ലേ മുട്ടൊന്ന് പൊക്കി വെച്ച് കൊടുത്താ. ഇല്ലേ ആ കരിമീൻ പള്ളത്തിയല്ലേ. പക്ഷെ ഇതിന് കറക്റ്റ് എങ്ങോട്ടാടാ? അങ്ങോട്ട് കരിമീൻ പള്ളത്തി മുട്ടുന്നുണ്ട്, തീരെ ചെറുത്. നല്ല അവിടെയൊക്കെ ആറ്റുകമ്പല്ല, നല്ല കളറ്, നല്ല ഈ ചിറകിന് നല്ല കളറുണ്ട് കേട്ടോ, അല്ലേ?
ആറ്റാൻ വലിയ കാലത്ത് കിട്ടും. ഈ ചെറയിലാണടാ, ഈ ചെറ തീ കത്തുന്നു. ഇത് എടാ ഇതൊന്ന് കുത്തിക്കാടാ, ഇതൊന്ന് കുത്തിക്ക മലയൊക്കെ. ആ അത് പോയിന്റ്. ആരാന്ന് ഫസ്റ്റ് മീൻ പിടിച്ചാരാടാ? ആരാ ഫസ്റ്റ് മീൻ പിടിച്ച? ഇവിടെ എവിടെയോ ഒരു കുറ്റി വരണ്ട്. ഇത് കുറ്റിയാ, ഈ നേരെ കുറ്റിയാ. ഇത് എന്റെ കാലയിൽ ഇപ്പൊ എന്തോ ഒന്ന് മുട്ട. തെക്കും കുറ്റിയാണടാ. ആ ലെവല് മൊത്തം കുറ്റിയല്ലേ പിന്നെ. എടാ അത് ഇങ്ങോട്ട് കറക്കി വിട്ടടാ. അപ്പോളോ ആ വാര് ഇവിടെ ഉണ്ട്. വാര് അതിന്റെ മേളിൽ ഇറാ. എടാ അതിന്റെ മേളിൽ ഇറാ. ഒരു കരിമീനിന്റെ കൂട്ടത്തിൽ വന്നായിരുന്നു. ഉണ്ടോ? പോയി വാര് അതിന്റെ മേളോട്ടിട്. ആ ചവറ് വാരി അതിന്റെ മേളിട്. ചവറ് വാരി ഇടുന്നുണ്ടായി. അത് ഞാൻ കളയും. എൻ്റെ ആമ അവിടെ കണ്ടു. കണ്ടാടാ എൻ്റെ കയ്യിൽ അങ്ങ് വെച്ച് മുട്ട്. മഞ്ഞക്കൂരൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ ഇങ്ങനെ അഴുക്കൊന്നും കാണത്തൊന്നുമില്ല. സിമെന്റ് തറയായിരിക്കും. ഇവിടെ മഞ്ഞക്കുരി വരാറായില്ല. നമ്മുടെ ഉള്ളുമ്പല കറക്കി വെച്ചിരിക്കുക കേട്ടാ. ഇപ്പം ഈ ആണ് നമ്മൾ തകർക്കാൻ പോണം. ഉദ്ഘാടനം ആരാണോ പിടിച്ചതെന്ന് പോലും അറിയാം. മീൻ കുറവാണ്. ഉദ്ഘാടനം ചെയ്ത് ആരാന്നൊന്ന് കമന്റ് ചെയ്തേ. നമ്മളെല്ലാരും മീൻ പിടിച്ച് കലത്തിയിടുന്നില്ല. ആരാ പിടിക്കുന്നത് നമുക്ക് അല്ലേ? മീനൊന്നും കിട്ടില്ല. ഉദ്ഘാടനം ചെയ്ത് തന്നെ അതെ അതെ, ഈ റൂട്ട് ഇനി ഉടനെ വരേണ്ട കാര്യം വരത്തില്ല. മീനില്ല, ഈ ആറ്റിൽ മീനില്ല. വീണ്ടും വരാൻ നാളെ ഞാൻ വീണ്ടും വരാനുണ്ട്. ഒന്നൂറ്റ മുട്ടി നല്ലപോലെ അവൻ്റെ ആ ക്യാമറ മേടിച്ച് മുക്ക് നല്ലപോലെ കാണുന്നുണ്ട്. എന്താണ് ആ പിടിച്ച് കളയുന്നത്? മീൻ പിടിച്ച് കളയുന്ന കാണുന്നു. എന്ത് കല നീക്കോട് എടാ വല പൊക്കടാ. എടാ ശങ്കര അവിടെ ശരിക്കും ഇടിഞ്ഞു നിൽക്കോ വല.
അത് കുഴപ്പമൊന്നുമില്ല. തെളിഞ്ഞ വല്ലതും കാണാം. മഞ്ഞക്കൂരി നമ്മുടെ സഹോദരൻ പറയുന്ന ഒന്നൂറ്റം ഉണ്ടെന്നാണ് പറയുന്നത്. ഒറ്റം കാണുന്നുണ്ടെന്ന്. എന്നാലും വലിയ പോളില്ല. മഞ്ഞക്കൂരിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പോളയുടെ അടി ഇങ്ങനെ ചുറ്റുമ്പം തന്നെ ഇത്രയും പോളയ്ക്കകത്ത് തന്നെ 10-15 കാണണം. അതാ മഞ്ഞക്കൂരിയുടെ പണി. എന്താ എന്താ പിടിക്കട്ടെ? ഒന്ന് ആരെങ്കിലും മേലെ ചാടിയാണ്. രാവിലെ ആ കരിമീൻ അങ്ങോട്ട് വലിച്ചിട്ടാ വലക്കാത്തോളം ജീവിക്കുന്നു. ശ്രീകൊണ്ട് പുറകെ ഒരു പണിയില്ല. കയ്യേൽ ആരും തള്ളിക്കും. അതന്നെ ആ കളത്തിനകത്ത് ആര് തള്ളിക്കും. ഇന്നലെ കിട്ടിയ മഞ്ഞക്കൂരി കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ ഇതൊക്കെ കുഞ്ഞല്ലേ. ഇന്നലെ അരക്കിലോ പരുവുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു ടണ്ണ് കാണും. ശങ്കർ പോണേ ലാസ്റ്റേ പിടിക്കുന്നുള്ളു. എന്നാന്നറിയാ കേട്ടാ വള്ളത്തിൽ പൊരിക്കാം. പൊരിക്കാൻ നോക്കുന്നുണ്ട്. മൊത്തം ഞാൻ ചെയ്തതാണ്. കരിമീൻ വെള്ളത്തിൽ പൊരിക്ക കര ആളെ എൻ്റെ കാലെ പിടിക്കാം. നമ്മളെ കൂട്ടത്തിലുള്ള ആള് കാരണം പറയാ നമ്മൾ തൂളി വലിയ തൂളി. നമ്മളെ കൂട്ടത്തിലുള്ള ആള് തന്നെ പറയാ ചവിട്ടി പിടിച്ചാ പറയാ. അതെടുത്തോ. അല്ലല്ലേ കുറ്റിനോട് ഒന്നോളെ വരുന്നു. അവൻ ചാടി എൻ്റെ കാല് പിടിക്കുന്നു. അവൻ എന്തോ എന്നാ പറയാ, വെള്ളത്തിൽ വെച്ച് എന്നെ ഒരു ഇടി ഇടിച്ചായിരുന്നു. വെള്ളത്തിൽ വെച്ച് എന്നെ ഒരു ഇടി ഇടിച്ച കാരണം അവൻ ചാടി എൻ്റെ കാല് പിടിക്കുക. പൊക്കോട്ടെ, പൊക്കോ, നീ പൊക്കോ, വിട്ടേക്കാം. കാല് പിടിച്ചോണ്ട് പൊക്കോ. നമ്മൾക്ക് നമ്മളൊരു അതിഥി വരുന്നുണ്ട് കേട്ടോ. അതെ, ഒരു നാടൻ അതിഥി. ഒരു നാടൻ അതിഥി വരുന്നുണ്ട്. അതെ കണ്ടതേ, നാടൻ അതിഥി. നാടൻ അതിഥിയെ കയ്യെ കിട്ടണം. അതെ, നമ്മളെ വലയിലെ ചവറെല്ലാം നമ്മൾ വാരി കേട്ടോ. ഇവിടെയെല്ലാം അവൻ എന്നാലും അവൻ നമ്മളെ ഗംഭീരമായിട്ട് ചതച്ചിരിക്കുകയാണ്. നമ്മൾ പറ്റ മുറിക്കാൻ പോവാട്ടോ. കമ്പൻകോലും ആണ്, കമ്പൻകോലും തൂളിയും. ശങ്കർ വലിയുടെ ശങ്കറിൻ്റെ വല കോടിക്കോടി പോവാടാ. ഈ ഏടല്ലേ നേരെ കയറണ്ടേ. കയ്യൊരു മഞ്ഞക്കൂടെ കുഞ്ഞിടിച്ച് കയറ്റിട കണ്ട് കയ്യെ കയറി. ഞാനത് കണ്ടില്ലായിരുന്നു, അത് കയ്യെ തള്ളി കയറി. എന്നിട്ട് കാര്യമില്ല.
മഞ്ഞക്കൂരി കുഞ്ഞ് വാഹ എടാ പൊടി മഞ്ഞക്കൂരി ഉണ്ട്, ശ്രദ്ധിച്ചോണേ കേട്ടാ. ആ കള്ളിയിൽ തന്നെ ഇടാ. ചാവല് വേണേ മേലോട്ട് കയറി നിന്നേ. ഈ സൈഡിലാകുമ്പോ ഒതുങ്ങി കിടക്കൂടാ. നീ ഇങ്ങോട്ട് മറി. ഇടിച്ചാണോ സൈഡിൽ നിന്ന് പോയവനായിരുന്നു ഒരു മഞ്ഞക്കൂര് ഉടക്കി കിടക്കണം. മഞ്ഞക്കൂര് വേണേ കലത്തിലേക്ക് ഇട്ടേക്കാം. മഞ്ഞക്കൂരി കലത്തിലേക്ക് ഇട്ടേക്കാം. മഞ്ഞക്കൂര് നമ്മളങ്ങ് എടുക്കും കേട്ടോ. അങ്ങനെ മഞ്ഞക്കൂരി കഴിഞ്ഞാൽ മഞ്ഞക്കൂരി കുഞ്ഞല്ലേ, മഞ്ഞക്കൂരി കുഞ്ഞാൻ ഇഷ്ടം പോലെ ചോദിച്ചു. പക്ഷെ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ 360 ദിവസം ഈ പണിയല്ല. എന്നിട്ട് ഇവിടെ ആറ്റിൽ തന്നെ 2 കുഞ്ഞുങ്ങൾ കിടന്ന് അത് മുട്ടയിട്ട് വിരിഞ്ഞ് എന്തെങ്കിലും ഒരു നമുക്ക് വാഹ എത്ര കുഞ്ഞുങ്ങളിപ്പോൾ കളഞ്ഞെന്നറിയാം. ഓളാണ് മഞ്ഞക്കൂരി എത്ര കുഞ്ഞുങ്ങൾ കളഞ്ഞെന്നറിയാം. എന്തോടാ വല വലിക്കട്ടടാ. വലിച്ച് വള്ളത്തെ തന്നെ വെക്കാൻ, അതോ വെള്ളത്തിൽ ഇടാൻ? വന്നു ആറ്റിയമ്പല്ലി വന്ന്, ആറ്റിയമ്പല്ലി വന്നു. നീ മുറിച്ചാലേ നമുക്ക് എന്തെങ്കിലും ഒരു അരക്കൈ അടി ചവിട്ടി പിടിച്ചോനെ. ഒരു മടലുണ്ട്, അതൊന്നും എടുത്ത. ആടി ഇടിക്കുന്നു. ആ ചെളി അങ്ങ് പോകാൻ വേണ്ടി നമ്മളിങ്ങനെ ചെയ്യുന്ന കേട്ടോ. എന്തോയി ചവിട്ടി മറിച്ച കാലേന്ന് വലയെ നിൽക്കുക. ഇതൊന്ന് പൊക്കി ഇതും കൂടെ കൂട്ടി പിടിച്ച് പൊക്കടാ, ഇല്ലെങ്കിൽ നിൽക്കത്തില്ലടാ, അപ്പൊ പോകും. ആ കൈ താത്തിയിട, നീ കയറിക്കോ. എന്താ ശങ്കർ എടുക്കാം? എടി എടി അങ്ങനെ ഇനി അടിവല വിട്ടേ, ഇനി അടിവല വിട്ടേ. പയ്യ 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 പയ്യ. എന്താ എല്ലായിടത്തും അവിടെ ഇവിടെ പണിയാതിരുന്നു പണിയാൻ വന്നപ്പോഴാണ്. അല്ല കുറച്ച് നാൾ പോകായിരുന്നു വന്നപ്പോഴേ പെട്ടെന്നൊരു അറിഞ്ഞലൊക്കെ കൊള്ളുമ്പം ഞെട്ടുന്നു. മഞ്ഞക്കൂരി കാണുന്നുണ്ടോ അതേമാരെ അവിടെ? അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ കൊച്ചുകരുതി മഞ്ഞക്കൂരി മാത്രം ഇടായിരുന്നു, അതാ ഞാൻ ചോദിച്ചത്. അല്ല വേണ്ട പെറുക്കും, അല്ല അത് അങ്ങനെ ഇല്ലെന്ന്. ഓ ചേങ്കടി ചേങ്കടി കേട്ടെ, ചേങ്കടി കിളി വെള്ളം
മഞ്ഞക്കുരു ഉള്ളതുകൊണ്ട് അങ്ങനെ പിടിച്ചങ്ങ് കളയാനും പറ്റത്തില്ല. അതാണ് അവരടുത്ത് കൂടുതൽ പോരാൻ പറ്റത്തില്ല. ഒരു മഞ്ഞക്കുരി തുറം കുത്തിയ അങ്ങനെ എറിയല്ലേ. ഇതാണ് ഒരു മഞ്ഞക്കുരി കൊടുക്കുന്നത് ചെറുക്കാനാണ്. മീനെടുത്ത് എറിയണ്ടാ, മീനെടുത്ത് എറിയണ്ടാ. ഇവത്തെ നിന്ന് പിറക്കുന്ന മഞ്ഞക്കുരി ഒഴിച്ച് ബാക്കിയെല്ലാം കൊല്ലിക്കാത്തിട്ടിടണ്ടേ. അല്ലെങ്കിൽ ആ ചെളിയും വെള്ളമായിട്ടൊക്കെ തന്നെ അതിൻ്റെ അകത്തോട്ട് തിന്ന്. നമ്മൾ ഈ കുട്ടനാട് അടിച്ച് കേട്ടോ, കുട്ടനാട് അടിച്ച് വേറെ ഉള്ള സ്ഥലത്തൊക്കെ ഇതിനെ ചെമ്പല്ലി എന്നാണ് പറയുന്നത് കേട്ടോ. ഇതിനെ ചെമ്പല്ലി എന്നാണ് പറയുന്നത് വേറെയുള്ള സ്ഥലത്തൊക്കെ. ഞങ്ങളിതിനെ ചെങ്കടി എന്ന് പറയുന്നത്. ഞങ്ങളിവിടെ ചെമ്പല്ലി എന്ന് പറയുന്നത്, ആറ്റിയമ്പല്ലി എന്ന് പറയുന്നത് ഇതാണ്. ഇത് തന്നെ, ഇതിനാണ് നമ്മൾ ആറ്റിയമ്പല്ലി എന്ന് പറയുന്നത്. ഞങ്ങൾക്കിവിടെ ആറ്റിയമ്പല്ലി, ഇത് ചെങ്കടി. പക്ഷെ ഇവനെ പ്രതീക്ഷിച്ചാണ് നമ്മൾ ഇവിടെ വന്ന് വല വെച്ച്, ഈ കമ്പിനൊക്കെ വല വെച്ച് നമ്മൾ അവനെ പ്രതീക്ഷിച്ച കേട്ടോ. നമ്മളെ ഒരു മാസം കൂടി ഇന്ന് ആ പണിക്ക് ഇറങ്ങുന്ന കേട്ടോ. ആര്? ഞാൻ ഇന്ന് ഒരു മാസം കൂടിയിരുന്നു ഇന്ന് പണിക്കിറങ്ങുന്നു. അപ്പം ഇന്നിപ്പം മീനൊക്കെ വളരെ കുറവാണ്. അപ്പം ഇന്നത്തെ പണിയുടെ മോശം നമ്മൾ വന്നുകൊണ്ടാന്ന് ഇവർ പറയും. അങ്ങനെ വേറെ ആര് വന്നില്ലെങ്കിലും നമ്മളും പറയുന്നതാണ്. അപ്പം നമുക്കത് കിട്ടും. നാടൻ വരാം. കരിമീൻ പള്ളത്തി അല്ലേ കാണുന്നു. എന്താ വാളച്ചാത്തി ഒരു അടി വിട്ടടാ, അത് അടി വിട്ടടാ. പയ്യ ഇതിൽ ആ കൂരിന് എടുത്തടാ പയ്യ. ഇത് ശങ്കറിന്റെ താഴെ എടുക്കട്ടെ. ആ പയ്യ അവിടുന്ന് ആ വല വലിച്ചടാ. ശങ്കര ഇല്ല, ആ വല വലിച്ചു കൊടുക്കുന്നതിനെക്കാട്ട് മുന്നേ. കുടയാതാ, അതൊക്കെ കുടയാതാ. എങ്ങോട്ടാ തെറിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടാ. കൂരിക്കുഞ്ഞ് ഉടക്കി കിടക്കുന്നതിൻ്റെ നേരെ താഴത്ത് കൊണ്ട കാല് വെക്കാതെടാ. അത് തന്നെ പിടിവിട്ട് കഴിഞ്ഞാൽ വലുത് വല്ലതും ആണെങ്കിൽ കാലൊക്കെ ഇട്ട് നമുക്ക് വലിച്ച് ഊരാനൊരു സൗകര്യമുണ്ട്. ഇങ്ങനെ തന്നെ ഇടാനാ വല. ആ എന്നാണ് വരാല്. എന്നാ നീ പെറുക്കി എറിയണ്ട. എന്നാ നീ എവിടെ ഒന്നും കളയാനില്ല ഇവിടെ. ആപ്പാണ് കളയുന്ന കരിമീൻ വെള്ളത്തിൽ മാത്രമേ. കരിമീൻ വെള്ളത്തിൽ കരിമീൻ വെള്ളത്തിൽ എന്തുമാത്രമാണ് വെച്ചത്. പോടാ നീ കറിക്കാ ചേർമീന വാളയാ. കരിമീൻ വേണമെങ്കിൽ എടുത്തുണ്ടോ? കരിമീൻ വെള്ളത്തിലൊക്കെ എന്തുമാത്രം അതായത് ഇവരൊക്കെ ഉഷാറാകും കേട്ടോ. ചെളി കോരി എൻ്റെ കൂട്ടത്തിൽ വന്നതിൻ്റെ ഒരു മങ്ങലേ ഉള്ളു. ഞാനോർത്ത് അവിടുന്ന് കണ്ട കുറുവ ചാടി വന്നാന്നും പറഞ്ഞിരിക്കുവോ ആ പോളയെന്ന്. ഇവിടെ
ഉണ്ട് മഞ്ഞപ്പൂരി കരിമീൻ വെള്ളത്തിലാണ് കൂടുതലും കേട്ടോ. മറ്റേ ഓസ്കാറിനെ കണക്ക് തോന്നുന്നു. കറക്റ്റ് ഓസ്കാർ തൂളി അറിഞ്ഞില്ല വലുതിനെ പിടിച്ച് നേരെ വളർത്തേക്കണം. ഇപ്പം വിളിച്ച നമ്മളെ 2 കലത്തിലാ പെറുക്കി ഇട്ടിക്കുന്ന പറഞ്ഞാൽ നമുക്ക് നോക്കുവാണെങ്കിൽ വലിയ കലത്തിന് 1 കലം മീനേ ഉള്ളു കേട്ടോ. ഇതിപ്പം കൊച്ചുകലം 3/4 കലം ഉണ്ട്, അത് 1/2 കലം ഉണ്ട്. വലിയ കലത്തിന് ഒരു 1 കലം മീനേ ഉള്ളു. അപ്പം നമുക്കിത് ഈ വലയെല്ലാം കഴുകാനെല്ലാം ഉണ്ട്. അപ്പം വെള്ളം നടുക്കോട്ട് മാറ്റിയിട്ടിട്ട് വേണം നമുക്കത് കഴുകാൻ. അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ ബൈ. അടുത്ത പരല്, കുടുങ്ങി, കരിമീൻ, കൂളി, കുറുവ, കരിമീൻ വെള്ളത്തിൽ